രണ്ടാം വാരവും ലോകം മുഴുവൻ തരംഗമായി നിവിൻ പോളി ചിത്രം സർവമായ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സാധോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സർവമായ എന്ന് പറയുന്ന സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്, എട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിവിൻ പോളി, അജു വർഗീസ്, പൃഥ്വി മൂന്തൻ, ജനാർദ്ദനൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അഗ്രസത്യൻ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സർവമായ എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളിയുടെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ചിത്രം. ചിത്രത്തിന് 7ാം ദിവസമായിട്ടുള്ള ഇന്നലെ വർക്കിംഗ് ഡേയിൽ ചിത്രം ഏകദേശം 3,50,00,000 രൂപയോളം സ്വന്തമാക്കി. ചിത്രത്തിന് 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 67 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. 8ാം ദിവസമായിട്ടുള്ള ചിത്രത്തിലെ പുതുവത്സര ദിവസമായിട്ടുള്ള ന്യൂ ഇയർ ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 4 കോടി പിന്നിടുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം ഡേ ബൈ ഡേ റെക്കോർഡ് കളക്ഷൻ തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ സർവമായ എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ പോലത്തുള്ള ഒരു സിനിമയെ തിയേറ്ററുകളിൽ നിൽക്കുന്നില്ല. ഓരോ മണിക്കൂറിലും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ചിത്രം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന വെള്ളി, ശനി, ഞായർ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇനിയും വലിയൊരു കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കി ഒരുപക്ഷെ ഈ വരുന്ന വീക്കെൻഡിൽ തന്നെ 100 കോടി നേടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഒരുപക്ഷെ ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളം നടൻ വെറും ഒരു സാധാ കോമഡി പടം വെച്ച് ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്നത്. മോഹൻലാലിന്റെ മമ്മൂട്ടിക്ക് ഒരു സാധ്യമാകാത്ത ഈ ഒരു കളക്ഷൻ നിവിൻ പോളി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയുടെ വരും ചിത്രങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ സർവമായ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.